എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയായിരുന്നു. 2 പാർട്ട് വീഡിയോസിലായിട്ട് കോൺകോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ റൂളുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാര്യം ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ ആ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ റൂളുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്, എല്ലാവരും അത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇനി ഇവിടെ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസും നോക്കാം. ആ റൂളുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, എങ്കിൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആവുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദ പാർട്ടി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ബ്രാക്കറ്റിൽ ഗോ എന്ന് പറയുന്നൊരു വെർബ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: ഈസ് ഗോയിങ്, ആർ ഗോയിങ്, ഹാസ് ഗോൺ, ഹാഡ് ഗോൺ. അപ്പോൾ ഗോയുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഉത്തരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ കോൺകോഡിൻ്റെ റൂള് പ്രകാരം നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് സബ്ജക്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിച്ച് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് പറഞ്ഞിരുന്നു രണ്ടാമത്തെ സബ്ജക്റ്റായിട്ട് വരുന്ന ആൾ ആരാണോ അയാളിനനുസരിച്ച് വേണം നമ്മൾ വെർബ് എഴുതാനായിട്ട്. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കണം, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇതാണല്ലോ റൂള്. അപ്പോൾ രണ്ടാമത് വന്നിരിക്കുന്ന സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഇവിടെ ഹാഡ് ഗോൺ എന്ന് പറയുന്ന പാസ്റ്റ് ആണ്, അതിനകത്ത് സിംഗുലറും പ്ലൂറലും പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അയാളെ ഒഴിവാക്കാം. പിന്നെ ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്ന ആരാണ്? ആർ ഗോയിങ് എന്നുള്ള കാര്യം. ആർ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് പ്ലൂറലാണ്. ഇതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്ന ആർ ഗോയിങ് എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ, ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എവറി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് ഈക്വൽ ബിഫോർ ലോ. എവറി മാന്, വുമണ് ആൻഡ് ചൈൽഡ് നമ്മൾ റൂളിനകത്ത് പഠിച്ചിരുന്ന ആൻഡ് ഉപയോഗിച്ച് 2ഓ അതിലധികമോ ഉള്ള സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആകുമെന്നാണ് പഠിച്ചത്. പക്ഷേ എവരി, സംവൺ, എനിവൺ അതുപോലത്തെ സംഗതികൾ സെൻറ്റൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ സബ്ജക്റ്റ് സിംഗുലറായി കണ്ട അല്ലെങ്കിൽ വെർബ് സിംഗുലറായിട്ട് എഴുതിയാൽ മതി എന്നുള്ളതാണ്. എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ്, എവരി വന്നിരിക്കുന്നത് കൊണ്ട് നമുക്കവിടെ എന്ത് എഴുതാം? ആറും വേറും പ്ലൂറലാണ്. നൺ ഓഫ് ദി എബോവ് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഉത്തരമായിട്ട് വരുന്ന ആരാണ്? ഈസ് ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഈസ് ആണ്. അപ്പോൾ എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഈസ് ഈക്വൽ ബിഫോർ ലോ. എന്തുകൊണ്ട് ഈസ്? എവരി വന്നതുകൊണ്ട് ഈസ് ആണ്. അപ്പോൾ കോൺകോഡിൻ്റെ ആ റൂളുകളുമായി റിലേറ്റ് ചെയ്ത ക്ലാസ്സുകൾ ഒന്ന് കാണുക. അന്നേരം നമുക്കുണ്ടാകുന്ന ആ സംശയങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കപ്പെടും അതിനകത്ത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് ഡൺ ഇറ്റ്. വൺ ഓഫ് ദ ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രൻ, നമുക്ക് പ്രശ്നം ഇതാണ്, അവിടെ വന്നിരിക്കുന്ന ചിൽഡ്രൻ എന്ന് പറയുന്ന ആൾ പ്ലൂറൽ അല്ലേ? അപ്പോൾ ഉത്തരം ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് വാസ്, ഹാവ്, ഈസ്, ഹാസ് 4 പേരുണ്ട്. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണ്? ചിൽഡ്രൻ വന്നിരിക്കുന്നത് കൊണ്ട് പ്ലൂറൽ ആയിട്ടുള്ള ആളിനെ അല്ലേ യൂസ് ചെയ്യേണ്ടത്? അല്ല, അതിന് തൊട്ട് മുൻപ് വന്നിരിക്കുന്ന വൺ ഓഫ് ദ ചിൽഡ്രൻ, കുട്ടികളിൽ ഒരാൾ. ഒരാൾ എന്ന് പറയുമ്പോൾ അത് എന്തായിട്ട് വരും? സിംഗുലറായിട്ട് വരും. ഇതിനകത്ത് സിംഗുലറായിട്ടുള്ള ആരൊക്കെയുണ്ട്? വാസ് ഉണ്ട്, ഈസ് ഉണ്ട്, ഹാസ് ഉണ്ട്. അപ്പോൾ ഹാവിനെ നമുക്ക് തൽക്കാലം ഒഴിവാക്കാം. അപ്പോൾ വാസ്, ഈസ്, ഹാസ് കൺഫ്യൂഷനാണ്. ഇത് 3ഉം സിംഗുലറാണ്. അപ്പോൾ ഡണ്ണ് വന്നിരിക്കുന്നതുകൊണ്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ആണ് അവിടെ വരാൻ ചാൻസ്. അപ്പോൾ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ആരാണ്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹാസ് ആയിരിക്കും. വൺ ഓഫ് ദ ചിൽഡ്രൻ ഹാസ് ഡൺ ഇറ്റ്. ഹാസ് ഡൺ ഇറ്റ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ വൺ ഓഫ് പ്ലസ് പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വരികയാണെങ്കിൽ വൺ ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് സിംഗുലറായിട്ട് കണ്ടാൽ മതി. അപ്പോൾ 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. ഇത് PSCയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ. ഇവിടെ ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ നമ്മൾ റൂളിനകത്ത് പറഞ്ഞിരുന്നു ആൻഡിന് മുൻപും ശേഷവും വല്ല ആർട്ടിക്കിളുകളോ അല്ലെങ്കിൽ പൊസസീവായിട്ടുള്ള അഡ്ജക്റ്റീവുകളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, രണ്ടിടത്തും വരികയാണെങ്കിൽ രണ്ടും 2 സബ്ജക്റ്റാണ്. ഒരിടത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ രണ്ടും ഒരു വ്യക്തി തന്നെയാണ്, ഒരാളിൻ്റെ കാര്യം. ഇവിടെ പ്രിൻസിപ്പാളും മാനേജറും ഒരാൾ തന്നെയാണ്. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെൻറ്റ് ടുഡേ. അപ്പോൾ ടുഡേ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് വാസും വേറും പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ കാര്യമല്ലേ പറയുന്നത്.
ഇന്നത്തെ കാര്യം പറയുമ്പോൾ നമുക്കതിന് വാസും വേറും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിൻസിപ്പളും മാനേജറും രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പോൾ രണ്ടും രണ്ട് വ്യക്തികളായിരുന്നെങ്കിൽ രണ്ടിടത്തും എന്ത് വന്നേനെ? ആർട്ടിക്കിൾ വന്നേനെ. ഒരിടത്ത് ആർട്ടിക്കിൾ വന്നിരിക്കുന്നു, ആൻഡിന് ശേഷം ആർട്ടിക്കിൾ ഇല്ല, പൊസസീവ് അഡ്ജക്റ്റീവ് ഒന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും രണ്ടും ഒരു വ്യക്തിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ രണ്ടും ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് സിംഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഈസുണ്ട്, ആറുണ്ട്, വാസുണ്ട്, വേറുണ്ട്. ഞാൻ പറഞ്ഞു ടുഡേ വന്നിരിക്കുന്നത് കൊണ്ട് എന്തുപയോഗിക്കേണ്ട? വാസും വേറെ ഉപയോഗിക്കേണ്ട. സംഭവം സിംഗുലർ ആയതുകൊണ്ട് ആറും ഉപയോഗിക്കാൻ കഴിയില്ല. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്, ഈസ്. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഈസ് ആബ്സെൻറ്റ് ടുഡേ. ഇതാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി ഇതാ വളരെ റീസെൻ്റ് ആയിട്ടും PSCയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഈ അടുത്തിടയ്ക്കും എക്സാമിന് ചോദിച്ചു കണ്ടു, ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നൊരു ഏരിയയാണ്. നോക്കിയേ, ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് ഡാഷ് നോട്ട് ഗുഡ്. ഇതിൽ രണ്ട് സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ, റൂളിനകത്ത് പഠിച്ച കാര്യമാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്, രണ്ട് സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആരാണോ അയാൾക്ക് പ്രാധാന്യം കൊടുത്ത് പറയുക. ഇവിടെ രണ്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റിയും ഒരു സബ്ജക്റ്റാണ്, ഓറഞ്ചസും സബ്ജക്റ്റാണ്. പക്ഷേ അവിടെ ഓറഞ്ചസിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഓറഞ്ചിൻ്റെ ക്വാളിറ്റിക്കാണ്. അപ്പോൾ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് അവിടുത്തെ മെയിൻ സബ്ജക്റ്റായിട്ട് കണക്കാക്കേണ്ടത്. അപ്പോൾ അത് സിംഗുലറാണ്. ആറ്, വേറെ, വാസ്, നൺ ഓഫ് ദി എബോ. നമ്മൾ ആര് ചൂസ് ചെയ്യും? നിങ്ങളിതിൻ്റെ കൂടെ തന്നെ ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് ടൈപ്പ് ചെയ്ത് പോവുക. ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറലാണ്, വാസ് സിംഗുലറാണ്, നൺ ഓഫ് ദി എബോ ഇത് കാറ്റഗറിയിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കിതിനകത്ത് ദ ക്വാളിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ദ ക്വാളിറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ വാസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് കോൺകോഡുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ടാണ് യൂട്യൂബിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ കഴിയാത്തത്. അപ്പം കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസ് അവൈലബിൾ ആണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കാണാം. ബൈ.